ഹായ് ഫ്രണ്ട്സ്, ഈ പ്രവാസികളായിട്ടുള്ള ബോയ്സ് എല്ലാവരും ഞാൻ പറഞ്ഞില്ല, എന്നാലും അത്യാവശ്യം ചില ആൾക്കാർ അവരുടെ ഡെയിലി പാറ്റേൺ എന്ന് പറയുന്നത് റൂം ജോലി തന്നെയായിരിക്കും. അവർ പുറത്തിറങ്ങുന്നുണ്ടാവും ഫ്രണ്ട്സിൻ്റെ കൂടെ, പക്ഷെ അതിനുപരി അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടാവുക ഭാര്യമാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴായിരിക്കും. അവർക്ക് ഈ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും അവരും ആദ്യമായിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടാവുക. അപ്പോൾ ദുബായിലാണ് നമ്മളെ സ്ഥലം. ഞങ്ങൾ അത്യാവശ്യം എല്ലാ സൺഡേയും ചെറുതോ വലുതോ ആയിട്ടുള്ള യാത്രകൾ പോകാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും ജോലി എന്നുള്ള ഉപരി ഒരു റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് ഔട്ടിങ്ങിന് പോകുന്നത് ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്, വൈഫ്, നമ്മൾ 4 ആൾക്കാരാണ് എപ്പോഴും ഇതുപോലെ യാത്ര പോകാറുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ഇവർ മറീന ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ മറീന ബീച്ചിലേക്കുള്ള വഴി അത്ര പെർഫെക്റ്റായിട്ട് അറിയില്ലായിരുന്നു. 2 പ്രാവശ്യം തെറ്റി. പിന്നെ ചോദിച്ചത് ആൾക്കാരൊക്കെ പോകുമ്പോൾ നമ്മൾ അവരെ വഴിയിലേ നടന്നു പോകുന്നതിനിടയിൽ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടൊരു വീഡിയോ ചെയ്ത് തരുമോ ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി വ്യൂ ഉള്ളൊരു പ്ലേസ് ഉണ്ട്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം. ചിലപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനുപരി നേരിട്ട് കാണുമ്പോൾ നല്ല വൈബ് ഉണ്ടായിരുന്നൊരു സ്ഥലം. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മൾ ബീച്ചിൽ പോകുന്നതിനുപരി ഒരുപാട് സമയം നമ്മൾ ആ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്തു. അപ്പോഴാണ് ദാണ്ടി ഒരു റോക്കറ്റ് പോകുന്നത് കണ്ടത്. പിന്നെ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് നടക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് കുളിക്കണമെങ്കിൽ നമ്മൾ ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് നമ്മൾ കുറേ സമയം കാഴ്ചകളൊക്കെ കണ്ട് നൈറ്റ് അവിടെ നല്ല വൈബാണെന്ന് അറിഞ്ഞുകൊണ്ട് നൈറ്റ് വരെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ വരുമ്പം കണ്ടിട്ടുണ്ടായിരുന്ന നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരു പ്ലേസ് നൈറ്റ് ഒരു വൈബായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കൂടുതൽ ടൈം നിന്നില്ല. നമ്മൾ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടന്നു. നമ്മൾ ഫുഡ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡാക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മലബാറിലേക്ക് നേരെ പോയി. മലബാറിൽ അടിപൊളി ഫുഡ് കിട്ടും. അപ്പോൾ നമ്മൾ മലബാറിൽ നിന്ന് പൊറോട്ടയും ദോശ, കൂന്തൽ ഫ്രൈ, ചിക്കൻ കറി ഇതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് നമ്മൾ എടുത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ.